എറണാകുളത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടാലോ? നമ്മൾ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നത് വാട്ടർ മെട്രോയിലേക്കാണ് കേട്ടോ. മറൈൻ ഡ്രൈവിലുള്ള ഹൈക്കോടതി വാട്ടർ മെട്രോ ജംഗ്ഷൻ എന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഫോർട്ട് കൊച്ചിയിലേക്കാണ് കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. വെക്കേഷനൊക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കും നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ക്യൂ നിന്നതിന് ശേഷം മൂന്നാമത്തെ ലൈനിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അത്രക്കും തിരക്കായിരുന്നു കേട്ടോ. കുട്ടികളെ കൊണ്ട് കുറച്ച് പാടുന്നായിരുന്നു ലൈനൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫോർട്ട് കൊച്ചിയിലേക്കാണെങ്കിൽ ഒരാൾക്ക് 50 രൂപയും വൈപ്പിനിലോട്ടാണെങ്കിൽ 40 രൂപയാണ് കേട്ടോ ടിക്കറ്റ് വരുന്നത്. വൈപ്പിനിലോട്ട് ഒരു 35 മിനിറ്റ് ഗ്യാപ്പിലാണ് വാട്ടർ മെട്രോ അവൈലബിൾ ആയിട്ടുള്ളത്. ഫോർട്ട് കൊച്ചിയിലേക്കാണെങ്കിൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ വാട്ടർ മെട്രോ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനുള്ളിലേക്ക് കയറാൻ പോവുകയാണ്. നമ്മൾ ഈ നേരെ ചെന്നിട്ട് സൈഡ് സീറ്റിലാണ് കേട്ടോ ഇരുന്നിട്ടുള്ളത്. അവിടെ ആകുമ്പോൾ ഒന്നും കൂടി വ്യൂ നമുക്ക് കിട്ടും. എറണാകുളത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി സാധിക്കും കേട്ടോ. എറണാകുളത്തിൻ്റെയും കായലിൻ്റെയും ഒക്കെ ഭംഗി ആവോളം ആസ്വദിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഹൈക്കോടതി വാട്ടർ മെട്രോ ജംഗ്ഷനിൽ നിന്നും ഏകദേശം 35 മിനിറ്റാണ് ഫോർട്ട് കൊച്ചിയിലേക്ക് വരുന്നത്. നമ്മൾ കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരു 35 മിനിറ്റ് മെട്രോയിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. കുട്ടികളെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും മെട്രോ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് ഒരുപാട് കാഴ്ചകൾ കാണിച്ചു കൊടുക്കാനും ഡോൾഫിനെയൊക്കെ വളരെ അടുത്ത് കാണാനൊക്കെ ഈ ഒരു യാത്ര നിങ്ങളെ സഹായിക്കുന്നതാണ്. വല്ലാർപാടം കണ്ടെയ്നറിൻ്റെയൊക്കെ തൊട്ടടുത്തുകൂടെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ലോറിയിലേക്കുള്ള ചരക്ക് കയറ്റുന്നതും ഇറക്കുന്നതും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു കേട്ടോ. അപ്പോൾ ബോട്ടിങ്ങിൽ വരികയാണെങ്കിൽ നമ്മൾ ഏകദേശം വല്ലാർപാടം കണ്ടെയ്നറിൻ്റെ ഒക്കെ തൊട്ടടുത്ത് കൂടായിട്ട് വരും. അതിൽ കൂടുതലൊരു യാത്ര നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ആഷുട്ടിൻ്റെ ഫസ്റ്റ് ട്രിപ്പ് കൂടെ ആണ് കേട്ടോ ഇത്. ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും ദൂരം നമ്മൾ അവനെയും കൊണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കുട്ടികളെല്ലാവരും ഇവൻ എവിടെയുണ്ടോ അവിടെ ആയിരിക്കും എല്ലാവരും ഉണ്ടായിരിക്കുക. അപ്പോൾ കുട്ടികളെല്ലാവരും നല്ല ഹാപ്പിയിൽ തന്നെയാണ്. നമ്മളും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ എല്ലാവരും. അപ്പോൾ നമ്മളൊരു 35 മിനിറ്റിന് ശേഷം നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. തിരിച്ച് നമുക്ക് ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു മെട്രോ ഇവിടെ നിർത്തുന്ന സമയത്ത് ഇതിലുള്ള ആളുകളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചപ്പുറത്തേക്ക് പോകാനുള്ള ആളുകൾ അവിടെ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോർട്ട് കൊച്ചിയിൽ എന്തൊക്കെ കാണാനുള്ളത് ഇവിടെ ഒന്ന് ചോദിച്ചിട്ട് വേണം കേട്ടോ നമുക്ക് കറങ്ങാനേ. നമ്മൾ നേരെ പോയിട്ടുള്ളത് വാസ്കോഡഗാമ ചർച്ചിലേക്കാണ് കേട്ടോ. ഫോർട്ട് കൊച്ചിയിൽ വന്നാൽ മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് വാസ്കോഡഗാമ ചർച്ച്. ഇതൊരു ഓൾഡ് ചർച്ചാണ്. ഇവിടെ എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല കേട്ടോ. ചെരുപ്പ് പുറത്ത് അയച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് കടക്കാം. ഇവിടെ വാസ്കോഡഗാമയെ അടക്കം ചെയ്തിട്ടുള്ള ഒരു ടോംബ് നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. ഇവിടെ വാസ്കോഡഗാമയെ കുറിച്ചിട്ടുള്ള ഒരു ഹിസ്റ്ററി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ജങ്കാറ് വഴി വൈപ്പിലോട്ടാണ് നമ്മൾ പോയിട്ടുള്ളത് കേട്ടോ. ഇവിടെ മട്ടാഞ്ചേരി പാലസും സിനഗോഗൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഓട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ മെട്രോ വഴി വന്നു കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചി നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ അത് എടുത്തിട്ടില്ല. നമ്മൾ നേരെ ജങ്കാറ് വഴി വൈപ്പിലോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് വൈപ്പിന് നമുക്കൊരു 35 മിനിറ്റിന് ശേഷം നമുക്ക് മറൈൻ ഡ്രൈവിലേക്ക്, അതായത് ഹൈക്കോടതി ജംഗ്ഷനിലേക്ക് നമുക്ക് മെട്രോ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് പോയിട്ടുള്ളത്. എറണാകുളത്തിന്റെ ബാക്കി വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എറണാകുളത്ത് വരികയാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും വാട്ടർ മെട്രോ ഒന്ന് സെലക്ട് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക്